കഴിഞ്ഞാൽ ഒരു 10-18 വർഷമായിട്ട് ഈ റയർ ഫ്രൂട്ട്സുകളെല്ലാം കളക്ട് ചെയ്യുന്നുണ്ട്. കളക്ട് ചെയ്തിട്ട് അതിൻ്റെ ചെറിയ തൈകൾ ഉണ്ടാക്കി അത് വലുതാക്കി അങ്ങനെ നമ്മുടെ നഴ്സറി പ്രധാനമായിട്ട് അങ്ങനെയാണ് തുടങ്ങിയത്. ഹായ്, ടിജോയാണ്. നമ്മൾ വീണ്ടും ഏതൻ നഴ്സറിയിലാണ്. ഇവിടെ കുറച്ച് എക്സോട്ടിക് ആയിട്ടുള്ള ഫ്രൂട്ട്സുകൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഓണറായ ജീവ കുര്യൻ സാർ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. അദ്ദേഹം ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞു തരുന്നതാണ്. ഡി വ്ലോഗ്സിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സാർ, ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള എക്സോട്ടിക് ആയിട്ടുള്ള ഫ്രൂട്ട് പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് സ്വീകരിക്കാമോ? നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10-18 വർഷമായിട്ട് ഈ റയർ ഫ്രൂട്ട്സുകളെല്ലാം കളക്ട് ചെയ്യുന്നുണ്ട്. കളക്ട് ചെയ്തിട്ട് അതിൻ്റെ ചെറിയ തൈകൾ ഉണ്ടാക്കി അത് വലുതാക്കി അങ്ങനെ നമ്മുടെ നഴ്സറി പ്രധാനമായിട്ട് അങ്ങനെയാണ് തുടങ്ങിയത്. പിന്നീട് പല നഴ്സറികളും ഈ എക്സോട്ടിക് ഫ്രൂട്ട് പ്ലാന്റ്സ് ആ മേഖലയിലേക്ക് വന്നു. നമ്മുടെ നഴ്സറി കുളമാവിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നീട് ഇപ്പോൾ കാഞ്ഞാറിൻ്റെ ബ്രാഞ്ച് ഉണ്ട്. അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ട് ഉള്ള കുറച്ച് ഫ്രൂട്ട് പ്ലാന്റ്സുകൾ, റെയറായിട്ടുള്ള കുറച്ച് ഫ്രൂട്ട് പ്ലാന്റ്സുകൾ ഒന്ന് പരിചയപ്പെടുത്താം. ഒന്ന് ജബോട്ടിക്കാബയുടെ പല വെറൈറ്റി നമുക്കുണ്ട്. ഇത് ജബോട്ടിക്കാബ ഗ്രിമാലുണ്ട്, അതുപോലെ തന്നെ റെഡ് ഹൈബ്രിഡ് ഉണ്ട്, എസ്കാർലറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ജബോട്ടിക്കാബയുടെ സബാറ, അങ്ങനെ പല വെറൈറ്റി ജബോട്ടിക്കാബ ഫ്രൂട്ട് പ്ലാന്റ്സുകളുണ്ട്. നമുക്കറിയാം ജബോട്ടിക്കാബ ബ്രസീൽ വെറൈറ്റിയാണ്. ഇപ്പോൾ പൊതുവെ അതിനെക്കുറിച്ച് ആളുകൾക്ക് അറിയാം ജബോട്ടിക്കാബ. പിന്നെ ഇത് റെയിൻ ഫോറസ്റ്റ് പ്ലമാണ്. റെയിൻ ഫോറസ്റ്റ് പ്ലമ്മിൻ്റെ ഏകദേശം ഒരു 3 അടി വലുപ്പമുള്ള നല്ല തൈകളാണ് റെയിൻ ഫോറസ്റ്റ് പ്ലമ്മിൻ്റെ. അതിൻ്റെ പഴം നമുക്ക് ഏകദേശം നമുക്ക് ഈ നല്ലൊരു ഞാവൽപ്പഴം പോലെയാണ് ഇരിക്കുന്നത് റെയിൻ ഫോറസ്റ്റ് പ്ലം. ഇത് നമ്മുടെ ജമൈക്കൻ സ്റ്റാർ ഫ്രൂട്ടാണ്. ജമൈക്കൻ സ്റ്റാർ ഫ്രൂട്ട് നമുക്ക് അറിയാം, നമ്മുടെ ഒരു ആപ്പിളിൻ്റെ വലിപ്പമുണ്ട് ജമൈക്കൻ സ്റ്റാർ ഫ്രൂട്ട്. അതിൻ്റെ ലെയറിങ് തൈയാണ്, നല്ല തൈയാണ്. ഇത് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 വർഷം കൊണ്ട് ഇത് കായ്ക്കും. ഇത് ഒലോസോപ്പാണ്. ഒലോസോപ്പിൻ്റെ നല്ല വലിപ്പമുള്ള നല്ല ക്വാളിറ്റിയുള്ള തൈയാണ്, ചെറിയ തൈയില്ല, നല്ല ക്വാളിറ്റിയുള്ള തൈയാണ് ഒലോസോപ്പിൻ്റെ. ഇതൊക്കെ റെയറായിട്ടുള്ള ഫ്രൂട്ട്സ് ആണ്. അതുപോലെ അത്യാവശ്യം ആൾക്കാർക്ക് നല്ല പഴമാണ്. ഒലോസോപ്പ് നല്ല പഴമാണ്, ആൾക്കാർക്ക് കഴിക്കാൻ താല്പര്യമുള്ളൊരു പഴമാണ്. ഇത് റെഡ് സപ്പോർട്ടയാണ്. ഇത് റെഡ് സപ്പോർട്ടയും നമ്മുടെ സാധാരണ സപ്പോർട്ട ഇച്ചിരി വ്യത്യസ്തമായിട്ട് റെഡ് കളറിൽ ഇച്ചിരി നല്ല വലുപ്പത്തിലുള്ള സപ്പോർട്ടയാണ് റെഡ് സപ്പോർട്ട. ഇത് മാമി സപ്പോർട്ടയാണ്. മാമി സപ്പോർട്ട നമുക്ക് പല നഴ്സറികളിലും ഉണ്ട്. ചില നഴ്സറികളിലല്ല, എല്ലാ നഴ്സറികളിലൊന്നുമില്ല, ചില നഴ്സറികളുണ്ടെങ്കിലും ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ചിലപ്പം കണ്ടെന്ന് വരത്തില്ല. ഇത് മാമി സപ്പോർട്ടയാണ്, നല്ല പഴമാണ്. ഇത് പക്ഷേ കുറേ നാളുകളെടുക്കും ഒന്ന് മൂത്ത് പഴുത്ത് വരണമെങ്കിൽ. അതുപോലെ തന്നെ ലോങ്കൻ്റെ പല വെറൈറ്റി ഉണ്ട്. ലോങ്കനുണ്ട്. ഇത് ലോങ്കനാണ്, ലോങ്കൻ വെറൈറ്റിയാണ്. ലോങ്കൻ്റെ റൂബി ലോങ്കനുണ്ട്. അങ്ങനെ പല ഐറ്റം ലോങ്കൻ്റെ വെറൈറ്റി ഉണ്ട്. പിന്നെ നമുക്ക് പിങ്കനുണ്ട്. പിങ്കൻ നമ്മുടെ ഒരു ആനിക്കാവള പോലെയുള്ള പഴമാണ് പിങ്കൻ. ഇത് നമുക്ക് ഒരു 6 അടി വലിപ്പമുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് ഈ ഇരിക്കുന്നത്. ഇത് നമ്മുടെ യുജീനിയ അല്ലെങ്കിൽ സാവന്ന ചെറി എന്ന് പറയും. സാവന്ന ചെറിയും ഒരു 6 അടി വലിപ്പമുള്ള നല്ല പ്ലാന്റാണ്. ഇതൊക്കെ വലിയ താമസമില്ല, ഒരു അടുത്ത വർഷത്തേക്കിന് കായ്ക്കും. ഇത് നമ്മുടെ ഐസ്ക്രീം ബീൻസ് ആണ്. ഐസ്ക്രീം ബീൻസിൻ്റെ വലിപ്പമുള്ള തൈയാണ്. ഐസ്ക്രീം ബീൻസിൻ്റെ നമ്മുടെ ഒരു ബീൻസ് പോലെയാണ് ഇരിക്കുന്നത്. അതിൻ്റെ അകം ഒരു ഐസ്ക്രീം രീതിക്ക് ഒരു കഴിക്കുമ്പോൾ ഒരു ഐസ്ക്രീമിൻ്റെ ടേസ്റ്റ് വരുന്നൊരു പഴച്ചെടിയാണ്. ഇത് കെസൂസു ആണ്. ഇതൊരു എക്സോട്ടിക് ഫ്രൂട്ടാണ്. ഇത് നല്ല വലുപ്പമായ നല്ല തൈയാണ്. ഇത് ആലൂപ്പാക്ക് നമ്മുടെ ഫിലിപ്പീൻസിൽ നിന്ന് വന്നൊരു പഴച്ചെടിയാണ്. അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് മൂട്ടിപ്പഴം നമുക്കറിയാം. അതിൻ്റെ സാധാരണ മൂട്ടിപ്പഴം റെഡാണ്. ഇത് ഗോൾഡൻ കളറിലുള്ള മൂട്ടിപ്പഴം നമുക്കിവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് മറ്റോവയുടെ പല വലുപ്പത്തിലുള്ള തൈകളുണ്ട്. മറ്റോവ നമ്മുടെ റംബുട്ടാൻ പോലെ നിറച്ചും കായ്ക്കുന്ന പഴച്ചെടിയാണ്. അതിൻ്റെ പല വലുപ്പത്തിലുള്ള തൈകളുണ്ട്. ഇതുകൂടാതെ നമുക്ക് പല പഴച്ചെടികളുണ്ട്. ഒന്ന് നമ്മുടെ ട്രോപ്പിക്കൽ അവക്കാഡോ ഉണ്ട്, അതുപോലെ അബിയു ഉണ്ട്. ജെയിൻ്റ് അബിയു ഉണ്ട്, നിപ്പിൾ അബിയു ഉണ്ട്, അങ്ങനെ പല വെറൈറ്റി അബിയു ഉണ്ട്. പിന്നെ നമുക്ക് വുഡ് ആപ്പിളുണ്ട്. പിന്നെ ആപ്പിള് നമ്മുടെ ഹോട്ട് ക്ലൈമറ്റ് ആപ്പിളുണ്ട്. അതുപോലെ പ്ലംസ് ഉണ്ട്, തണുപ്പത്ത് കായ്ക്കുന്ന ഐറ്റംസായ പ്ലംസ്, ആപ്പിള് അടക്കമുള്ള പഴച്ചെടികളുണ്ട്.
അങ്ങനെ ഏകദേശം 100-ൽ പരം പഴച്ചെടികൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. ആം, പിന്നെ ഓറഞ്ച് സാധാരണ ഐറ്റംസ് ആയിട്ടുള്ള ഓറഞ്ച്, അതുപോലെ ഓറഞ്ചിൻ്റെ തന്നെ പല ഓറഞ്ചുകളുണ്ട്. ചൈനീസ് ഓറഞ്ച്, അതുപോലെ ചൈനീസ് ഓറഞ്ചിൻ്റെ മധുരമുള്ള വെറൈറ്റി, മൊസാമ്പി, ഇസ്രായേൽ ഓറഞ്ച്, വേരിഗേറ്റഡ് ഓറഞ്ച്, അങ്ങനെ പല ഐറ്റം ഓറഞ്ചുകളുണ്ട്. പിന്നെ പ്ലാവുകൾ പല വെറൈറ്റി ഉണ്ട്, മാവും തൈകൾ പല വെറൈറ്റി ഉണ്ട്. അങ്ങനെ പല ഐറ്റം പഴങ്ങളുണ്ട്. പിന്നെ ഈ റെയർ ഫ്രൂട്ട്സുകൾ അല്ലെങ്കിൽ എക്സോട്ടിക് ഫ്രൂട്ട്സുകൾ നമ്മുടെ അടുത്ത് നല്ലൊരു കളക്ഷൻ എക്സോട്ടിക് ഫ്രൂട്ട്സ് ഉണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, 100-ലധികം വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട എക്സോട്ടിക് ആയിട്ടുള്ള ഫ്രൂട്ട് പ്ലാന്റ്സുകൾ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ നമുക്ക് ചൂടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ പേജ് ഫോളോ ചെയ്യുക.